നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2025 വിഷുഫലമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ 2025 ഏപ്രിൽ മുതൽ അടുത്ത ഏപ്രിൽ 14 തീയതി വരെയുള്ള, അതായത് 26 ഏപ്രിൽ 14 തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ വിഷുഫലം ഗണിക്കുന്നത് സംക്രമ നക്ഷത്രത്തെ ആസ്പദമാക്കിയും അന്നത്തെ തിഥി, കരണം തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ഗണിക്കുന്നത്. അപ്പോൾ നമുക്കത് ആ പരമ്പരാഗത രീതിയിൽ തന്നെ ഒന്ന് നോക്കാം. മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1 തീയതി, ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക്, ചോതി നക്ഷത്രം, തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്ത് മേടവിഷു സംക്രമം, അതായത് 2025 ഏപ്രിൽ 14 തീയതി തിങ്കളാഴ്ച പുലർച്ചെ 3:21 വിഷു സംക്രമം നടന്നത്. ചോതി നക്ഷത്രത്തിലാണ് ആ സംക്രമം നടന്നത്. അപ്പോൾ ഈ സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനമായിട്ട് ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രം അന്ത്യശൂലം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പം ഈ നക്ഷത്രങ്ങളെ പല ഗണങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ വിഷുഫലം കണക്കാക്കുന്നത്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം, ഇങ്ങനെ 6 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആണ് നമ്മൾ പൊതുഫലങ്ങൾ കണക്കാക്കുന്നത്. അതിൽ അന്ത്യശൂലം എന്ന ഗണത്തിലാണ് ഈ തിരുവാതിര നക്ഷത്രം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ആ തരംതിരിക്കൽ പ്രകാരം ഈ തിരുവാതിരക്കാർക്ക് വിഷുഫലം അത്ര ഗുണകരമായിട്ട് വരുന്നില്ല. ആയുധം കൊണ്ടും പശു, പക്ഷി മുതലായവ നിമിത്തമായിട്ടും ദേഹത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗം, ആപത്തുകൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് ഈ അന്ത്യശൂല ഗണത്തിൽപ്പെട്ടവർക്ക് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പ്രമാണം. നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ നോക്കുമ്പം പശു കുത്തുക എന്നുള്ളത് ആ രീതിയിലല്ല, അല്ലെ പക്ഷി വന്ന് കുത്തുക, അതല്ല നമ്മൾ പറയുന്നത്. പലപ്പോഴും കാര്യതടസ്സം ഉണ്ടാകുക, ദുഃഖം ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുക, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങൾ നീങ്ങാതെ വരിക, അതാണ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. അലച്ചിൽ വർദ്ധിക്കുകയും ചെയ്യും. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം. സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണക്കുറവ് വിഷമിപ്പിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക കാര്യം നോക്കേണ്ടത്, ജാതകവശാൽ നല്ല സമയവും ദശാകാലവും ഒക്കെ ആണെങ്കിൽ ഈ വിഷുഫലം കൊണ്ടുള്ള അനുഭവങ്ങൾ അത്ര തന്നെ അനുഭവപ്പെടുകയുമില്ല. പിന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് കാര്യസാധ്യത്തിനായിട്ട് നല്ല തീവ്രമായിട്ട് തന്നെ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ തടസ്സം വരുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ ജോലി ഉപേക്ഷിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. പുതിയൊരു ജോലി കണ്ടുപിടിക്കാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ മറ്റൊരു ജോലി ലഭിച്ചിട്ട് മാത്രമേ നിലവിലുള്ള ജോലി കളയാവൂ എന്നുള്ളതാണ്. അതായത് ഒരു ചഞ്ചലിപ്പുണ്ടാകും, മനസ്സിന് ഒരു ചഞ്ചലത എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തമ്മിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പെട്ടെന്ന് കോപിക്കുന്ന ഒരു ശീലം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വിഷാദവും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വിഷമം എപ്പോഴും മനസ്സിന് ഒരു ഭാരം പോലെ തോന്നിയേക്കാം. പിന്നെ പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. അതായത് ഈ ഏപ്രിൽ മുതൽ അടുത്ത ഏപ്രിൽ വരെയുള്ള സമയം വിഷുഫലം കൊണ്ട്. കാരണം കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ജാഗ്രതയോടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രതികൂല കത്തുകളൊക്കെ ലഭിക്കാനുള്ള, നോട്ടീസൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ വിദേശത്ത് പോകാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്കത് സാധിക്കുകയും ചെയ്യും. പലപ്പോഴും സമയത്ത് ബന്ധുഗുണം ലഭിക്കുകയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ബന്ധുക്കളിൽ നിന്നുള്ള ഉപകാരം കുറവായിട്ട് ലഭിക്കുകയുള്ളൂ. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പണം മുടക്കേണ്ടി വരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനായിട്ട് യാത്രകൾ വേണ്ടി വരും. മാതാവിനോ മാതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കൾക്കോ അരിഷ്ടതകൾ, അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കയറി ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കും. ചില സ്വത്ത് സംബന്ധമായ തർക്കങ്ങളൊക്കെ കുടുംബത്തിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ മധ്യം കഴിഞ്ഞാൽ പിന്നെ ഇത് കുറയുന്നതാണ്. ഈ ഗ്രഹമാറ്റങ്ങൾ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഏപ്രിൽ മുതൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരും. പക്ഷേ നമ്മൾ എവിടെ നിന്നെങ്കിലും കടമെടുത്തിട്ടുണ്ടെങ്കിൽ
ബാങ്കിൽ നിന്നാണെങ്കിലും വ്യക്തികളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും കടമെടുത്തവർക്ക് അവരിൽ നിന്നുള്ള നിർബന്ധം ഉടനെ അടയ്ക്കണം എന്നൊക്കെയുള്ള നിർബന്ധങ്ങളൊക്കെ നേരിടേണ്ടി വരും, നോട്ടീസുകളൊക്കെ നേരിടേണ്ടി വരും. സന്താനങ്ങൾക്കും അത്ര ഗുണകരമല്ല. ഈ ഗ്രഹനിലകളുടെ മാറ്റങ്ങളൊക്കെ കഴിഞ്ഞാൽ, അതായത് വ്യാഴം മാറിയിട്ടുണ്ട്, രാഹുകേതുക്കൾ മാറിയിട്ടുണ്ട്, പിന്നെ ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി മത്സര പരീക്ഷകളിലുള്ള വിജയവും പുതിയ ജോലി ലഭിക്കാനുമൊക്കെയുള്ള യോഗം തെളിയുന്നതാണ്. അതുപോലെ സന്താനങ്ങളെ ഉത്സാഹിച്ച് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ തിരുവാതിര ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് വിഷുഫലവും ഗ്രഹചാരഫലവും ഇപ്പം ഗുണകരമല്ലാത്തതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കർമ്മഭാവത്തിൽ ശനി വരുന്നു. വ്യാഴമാണെങ്കിൽ അതിചാരത്തിലാണ് ഈ വർഷം സഞ്ചരിക്കുന്നത്. മിഥുനത്തിൽ നിന്ന് കർക്കടകത്തിലേക്കും കർക്കടകത്തിൽ നിന്ന് പിന്നെ മിഥുനത്തിലേക്കും ഒക്കെ വരുന്ന ഒരു അടുത്തടുത്ത് രാശികൾ മാറുന്ന അതിചാരത്തിലാണ് വ്യാഴം വരുന്നത്. അതായത് ജന്മക്കൂറിലും അതിൻ്റെ രണ്ടാം ഭാവത്തിലും പിന്നെ തിരിച്ച് ജന്മക്കൂറിലോട്ടും എത്തിച്ചേരുന്നത് അത്ര ഗുണകരമല്ല. പലവിധ മനപ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പ്രവർത്തന രംഗത്ത് പൊതുവെ ഒരു മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം. വ്യാപാരത്തിൽ കാര്യമായ മെച്ചം ഉണ്ടാകാൻ ഇടയില്ല. ശത്രുക്കളുടെ ശല്യം അല്പമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അനിഷ്ടകരമായ പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നേക്കും. ധനനഷ്ടമോ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വർഷം ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു സമ്മിശ്ര ഫലമാണ്. അതിനകത്ത് തന്നെ ഒരല്പം മനോദുഃഖത്തിന് ആണ് കൂടുതൽ സാധ്യത ഈ വർഷം ഉള്ളത്. ഇനി വിഷുഫലം പറയുമ്പോൾ നമ്മൾ ആയം വ്യയം, അതായത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ധനത്തിൻ്റെ അല്ലെ ഐശ്വര്യത്തിൻ്റെ അളവും ആണ് ആയം. നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നതിൻ്റെ സംഖ്യയാണ് വ്യയം എന്ന് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ മിഥുനക്കൂറിൻ്റെ ആയം എന്ന് പറയുന്നത് 14 വ്യയം 2 അപ്പം നമ്മളിലേക്കുള്ള വരവ് കൂടുതലും ചിലവ് കുറവുമായിട്ടാണ് ആയം വ്യയം നോക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ധനനഷ്ടങ്ങൾ ഒഴിവായി കിട്ടും. ചില ധനലാഭങ്ങളൊക്കെ ഉണ്ടാകാനും യോഗമുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എന്താണ്, ഈ ആയം വ്യയം എന്നുള്ളതിനേക്കാളും ഗ്രഹങ്ങളുടെ പൊസിഷൻ കൊണ്ടുള്ള ഫലത്തിനാണ് കൂടുതൽ ഫലമുള്ളത്. ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ വിഷുഫലത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണ്. ഏതായാലും ആയം വ്യയം നോക്കുമ്പോൾ വരവാണ് കൂടുതൽ. അതുകൊണ്ട് വലിയ ധനനഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ ധനപരമായിട്ട് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത ശക്തമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇടപാടുകളിൽ സൂക്ഷിക്കണം എന്ന് നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ കന്തായ ഫലം നോക്കുമ്പോൾ 4, 1, 3 എന്നിങ്ങനെ വരുന്നത് കൊണ്ട് മേടം മുതൽ 4 മാസം ശരാശരി ജീവിതാനുഭവങ്ങൾ, മിതമായ ധനലാഭം ഇവയും, ചിങ്ങം മുതൽ 4 മാസം ആവശ്യത്തിനനുസരിച്ചുള്ള ധനം ലഭിക്കുകയും, ധനു മുതൽ 4 മാസം സാമാന്യം നല്ല രീതിയിലുള്ള ധനലഭ്യതയ്ക്കും സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ നോക്കുമ്പം ധന നഷ്ടം ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്കിലും പലവിധ തടസ്സങ്ങളിൽ കൂടെ കടന്നു പോകും എന്നുള്ളതേ ഉള്ളൂ. ധനപരമായിട്ട് നോക്കുമ്പോഴത്തേക്കും വലിയ പ്രയാസമില്ലാതെ ആവശ്യങ്ങൾ നടന്നു പോകും എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കുമ്പം ഈ നക്ഷത്ര ജാതർ തിങ്കളാഴ്ച തോറും വ്രതമനുഷ്ഠിച്ച് ശിവപ്രീതി വരുത്തേണ്ടതാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് കൂവളമാല ചാർത്തിച്ച് മലർനിവേദ്യവും കൂടെ നടത്തുകയാണെങ്കിൽ ഗുണകരമാണ്. നിത്യവും ശിവപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ, ശിവപഞ്ചാക്ഷരിയൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. കേതുർദശയിലോ ശനിദശയിലോ സൂര്യദശയിലോ ഒക്കെ ഉള്ളവർ വളരെ ഭക്തിപൂർവ്വം ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. മറ്റുള്ളവർ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ആയിട്ട് വേണമെങ്കിൽ ചുരുക്കാം. പക്ഷേ കേതുർദശ, ശനിദശ, സൂര്യദശയുള്ളവർ ശിവക്ഷേത്രത്തിൽ പോവുകയും കൃത്യമായിട്ട് ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് ഈ ദശാകാലങ്ങളിൽ, ദോഷദശാകാലങ്ങളിലുള്ളവർക്ക് ഉത്തമമാണ്. പിന്നെ സർപ്പങ്ങൾക്ക് 100 പാലും സമർപ്പിച്ച് നാഗപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുന്നത് സന്താനങ്ങളുടെ ഗുണത്തിന് ഉത്തമമാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലമായിട്ട് പറയാനുള്ളത്. വിഷു സംബന്ധമായ ഫലം, അതായത് ഈ 2025 വിഷു മുതൽ 2026 വിഷു വരെ അനുഭവപ്പെടാൻ ഇടയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.